അങ്ങനെ ആക്കില്ലാലോ അത്ഭുതമുള്ളൂ. ഓളെന്നെ എടുത്ത ഉയ്യാപ്പിളല്ലേ. പൊരക്കാരും പറയാൻ നേട്ടിക്കില്ലാലോ. അതാ പറയുന്നത്, ഉമ്മാറി ഉപ്പാറിയും പൊരക്കാരെല്ലാം വേർപ്പിച്ചാലും ഇങ്ങനെയെല്ലാം ഉണ്ടാവുക. കണ്ട തോന്നിയ പോലെ നടന്നിട്ട് ഇപ്പം ആയാണ്ടില്ല. അങ്ങനെ ഉണ്ടാവുക. ഇതോരോന്ന് അനുഭവത്തിൽ വന്നാലോ പഠിക്കൂ. അനുഭവിച്ചോ, നല്ലോണം കുത്തിൻ്റെ അനുഭവിച്ചോട്ടെ. ഓളെന്നെ എടുത്തല്ലേ, ഇങ്ങനെ എടുത്തല്ലേ എൻ്റെ ഇഷ്ടത്തിന് ഒരാളെ ബാക്കും കേൾക്കാണ്ട്. പിന്നെ ആളോടൊന്നും ഇങ്ങോട്ടും പറയാൻ വരണ്ട. ഇതിപ്പോൾ എന്നാ ചക്കയാ മാങ്ങിയാറ്റാ ചൂ നോക്കുക. മെഞ്ചന്മാരല്ലേ, നമുക്ക് പുറമേ ഉള്ള നോക്കുകയെന്നല്ലാണ്ട് ഉള്ളിട്ട് തുറന്ന് നോക്കാനൊന്നും നമ്മളെ കൊണ്ടുപോയില്ലാലോ. ഓരോരുത്തർ വിധിയാന്ന് വിചാരിച്ചൂടാ, വേറെ എന്ത് പറയാനാ. ഇപ്പം എല്ലാവർക്കും സന്തോഷവും സമാധാനമൊന്നും ഉണ്ടാവില്ല. അത് അങ്ങ് പോക്കന്നെ. ഇനിയിപ്പോൾ ഞാൻ എടുത്താന്ന് പുയ്യാപ്പിളായിട്ടൊന്നുമല്ല. നമുക്കിപ്പോൾ ആരും ഞാൻ പറഞ്ഞില്ലേ ചൂ നോക്കാനൊന്നും ആവില്ല. വിധിയാ, പഠിച്ചോതാ കണക്കാക്കി പറഞ്ഞിട്ട് പിന്നെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? നമ്മൾ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ള ആളെ മാത്രം കല്യാണം കഴിക്കുക. അതിപ്പോൾ അപ്പുറത്തമ്മായി പറഞ്ഞ് ഇപ്പുറത്തമ്മായി പറഞ്ഞ് പുരയിലുമ്മ പറഞ്ഞ് പുരയിലുപ്പ നിർബന്ധിച്ച് എന്നൊന്നും പറഞ്ഞിട്ട് ആരും കല്യാണം കഴിക്കാൻ നിൽക്കണ്ട. അവസാനം ഇരുന്ന് മോങ്ങാൻ ഈ പറയുന്ന ആരും ഉണ്ടാവില്ല. നമ്മൾ മാത്രമേ ഉണ്ടാവും ഇരുന്ന് മോങ്ങാൻ. സോ